റോമൻ കത്തോലിക്ക സഭയുടെ മറ്റൊരു വിശ്വാസ പ്രഖ്യാപനമാണ്, സാധാരണ വിശ്വാസികളുടെ, എല്ലാ കത്തോലിക്ക വിശ്വാസികളുടെയും ഒരു വിശ്വാസമാണ്, മറിയം സ്വർഗാരൂഹിതയാണ് എന്നുള്ളത്. മറിയം തൻ്റെ മരണശേഷം അധികം താമസിയാതെ ഉയർപ്പിക്കപ്പെട്ടു എന്നും ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നും സ്വർഗത്തിൽ രാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെട്ടെന്നും 1950 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 966 പാരഗ്രാഫിൽ നാം കാണുന്നുണ്ട്. മറിയത്തിൻ്റെ സ്വർഗാരോഹണം അഥവാ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് 1950, അതായത് മറിയത്തിൻ്റെ ഭൂമിയിലെ ജീവിതകാലത്തിന് ഏതാണ്ട് 1900 വർഷങ്ങൾക്ക് ശേഷം കത്തോലിക്ക സഭ എന്ന ഒരു സഭാപ്രസ്ഥാനം നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അതായത് 1900 വർഷങ്ങളായിട്ട് ഇങ്ങനെയൊരു വിശ്വാസം ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെയൊരു വിശ്വാസം ഉണ്ടായി. ഈ പ്രസ്താവന സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഒരു റോമൻ കത്തോലിക്ക വിശ്വാസിയായിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണവും സ്വർഗരാജ്ഞി പദവിയുമൊക്കെ, ഈ ആശയങ്ങളൊക്കെ തമ്മിൽ വളരെ വൈരുദ്ധ്യങ്ങളുണ്ട്. കന്യകാമറിയം മരിച്ച ശേഷം ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് ഇപ്പോൾ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരങ്ങളും പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രബോധനങ്ങൾ നാം ധാരാളമായി കേൾക്കുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിന് അവർ തെളിവായിട്ട് ഹാജരാക്കുന്നത് സങ്കീർത്തനം 45-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ്. അവിടെ നാം വായിക്കുന്നത്, അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്, അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും, അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. അതാണ് സങ്കീർത്തനത്തിൽ 45-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോൾ റോമാസഭയുടെ ചിന്തപ്രകാരം ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രാജകുമാരി മറിയമാണെന്നും ദൈവം അവളെ ഉയർപ്പിച്ച് രാജസന്നിധിയിൽ അഥവാ ദൈവസിംഹാസനത്തിങ്കിൽ കൊണ്ടുവന്നുവെന്നും തെറ്റായി അനുമാനിക്കുന്നു. അങ്ങനെ ഒരു വിദൂര നിരൂപണം, സാമാന്യമായി അനുമാനിക്കാനുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ മറിയം സ്വർഗാരോഹിതയായി. പക്ഷേ ഈ രാജകുമാരി മറിയമാണെങ്കിൽ അവളുടെ തോഴിമാരായി കൂടെ നടന്ന കന്യകമാരെയും കൊണ്ടുവരും, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ മറിയത്തോടൊപ്പം മറിയത്തിൻ്റെ സ്നേഹിതരായിരുന്ന വിശുദ്ധ സ്ത്രീകളും മറിയത്തോടൊപ്പം സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു എന്നും ഒരു വിദൂര നിരൂപണം കൂടാതെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ എന്തെല്ലാം തെറ്റുകളാണ് ഇത്തരം വ്യാഖ്യാനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുക. അതുമാത്രവുമല്ല, ഈ സങ്കീർത്തന ഭാഗത്തിലുള്ളത് രാജാവ് രാജകുമാരിയെ വിവാഹം കഴിക്കുന്ന വർണ്ണനയാണ്. അപ്പോൾ രാജകുമാരിയായ മറിയം ഇനിയും ഒരു രാജാവിനെ വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടുത്തെ രാജാവ് ആരാണ്? ആ രാജാവ് ക്രിസ്തുവാണ്. ആയതിനാൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന രാജാവ് ദൈവപുത്രനായ ക്രിസ്തുവാണെന്നാണ് സങ്കീർത്തനം 45-ന്റെ 6-7 വാക്യങ്ങളോട് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായം കൂടെ ഒന്ന് കൂട്ടി വായിക്കുക, 8-9 വാക്യങ്ങൾ. അപ്പോൾ ക്രിസ്തുവാണ് അവിടുത്തെ രാജാവ്. അപ്പം മറിയത്തെ അവർ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, പശ്ചാത്തലത്തിൽ രാജകുമാരിയായിട്ട് ചിത്രീകരിക്കുകയാണ്. യേശു മഹാരാജാവ് മണവാട്ടിയായ രാജകുമാരിയാം സഭയോടുള്ള വിവാഹത്തിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വർഗത്തിലെ സമാഗമനമാണ് ആ ഒരു വിവാഹ പശ്ചാത്തലത്തിൽ നാം കാണുന്നത്. പക്ഷേ ഇവിടെ
രാജ്ഞി കർത്താവിൻ്റെ അമ്മ മറിയമാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് എത്രയോ അപക്വമായ ഒരു ധ്വനിയാണ് കേൾവിക്കാരിൽ ഉണ്ടാകുന്നത്. എത്രയോ അപക്വവും അപകടവും മാനുഷിക മര്യാദകൾക്ക് പോലും ചേരാത്തതുമായ ദൈവദൂഷണമാണ്. രാജാവായ ക്രിസ്തു രാജ്ഞിയായ സ്വർഗീയ രാജ്ഞിയായ മറിയത്തെ വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. അതുമാത്രവുമല്ല, യഥാർത്ഥമായ സ്ത്രീ അസ്തിത്വം സ്വർഗത്തിലില്ല എന്ന് ബൈബിളിൽ നിന്നും വ്യക്തമാണ്. സ്വർഗത്തിലെല്ലാവരും ദൈവദൂതന്മാരെ പോലെ പുരുഷരൂപമുള്ളവരായിരിക്കും എന്നാണ് യേശു പറഞ്ഞത്. അവരെല്ലാവരും ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ ആയിരിക്കുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിലൊരു രാജ്ഞിയുണ്ട് എന്നും ഇത്തരം വാക്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് ക്രിസ്തു ആ രാജ്ഞിയെ വിവാഹം കഴിക്കും എന്നൊക്കെയുള്ള ചിന്താരീതികൾ എത്രയോ അപക്വവും മര്യാദകളുടെ ലംഘനവുമാണ് എന്ന് ഇവർ മനസ്സിലാക്കേണ്ടതല്ലേ. അതുമാത്രവുമല്ല, യഥാർത്ഥ മറിയം സ്വർഗാരോഹിതയല്ല. എന്നാൽ ഈ വിശ്വാസ പ്രഖ്യാപനം സത്യമാണ് എന്നതിന് ആധാരമായി യാതൊന്നും ബൈബിളിൽ നിന്ന് എടുത്തു കാണിക്കുവാൻ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ റോമൻ കത്തോലിക്ക സഭാധികാരികൾക്കോ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന റോമൻ കത്തോലിക്ക വിശ്വാസികൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈബിളും 1-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യങ്ങളും മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവരെല്ലാം പാരമ്പര്യവാദികളാണല്ലോ. എന്നാൽ അവരുടെ പാരമ്പര്യങ്ങളിലെങ്കിലും ഇത് കാണണ്ടായി. അപ്പസ്തോലന്മാരോ ആദിമ ക്രിസ്ത്യാനികളോ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് കരുതിയതായി ബൈബിളിലോ ചരിത്രത്തിലോ യാതൊരു തെളിവുമില്ല. ആദിമസഭയിലുണ്ടായ എത്രയോ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികളൊക്കെ എടുത്തു നോക്കുക, എത്രയോ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു ചരിത്ര സംഭവമായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ബൈബിളിൽ രേഖപ്പെടുത്തുമായിരുന്നു. അപ്പോൾ മറിയത്തിൻ്റെ സ്വർഗാരോഹണം ഒരു ചരിത്ര സംഭവമായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ബൈബിളിലെ ഏതെങ്കിലും പുസ്തകത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ മറിയത്തിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി അങ്ങനെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ മറിയത്തിൻ്റെ സ്വർഗാരോഹണം യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരുന്നെങ്കിൽ തീർച്ചയായും യോഹന്നാനോ മറ്റാരെങ്കിലുമോ അത് ബൈബിളിൽ രേഖപ്പെടുത്തുമായിരുന്നു. അതിനാൽ ഇത്തരം കെട്ടിച്ചമച്ച വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനം സത്യമോ ചരിത്ര യാഥാർത്ഥ്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ചില അധികാരികളുടെ ആത്മീയ അഹങ്കാരവും കപടനാട്യവും വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു പദ്ധതിയും മാത്രമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് തെറ്റിലേക്ക് മനുഷ്യനെ വീഴിക്കുവാനുള്ള ഒരു തന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ബൈബിളിലെ യഥാർത്ഥ മറിയം ഇതുവരെ ഉയർത്തിട്ടില്ല. അതാണ് നാം ബൈബിളിലെ ഉപദേശപ്രകാരം മനസ്സിലാക്കുന്നത്. 1 കൊറിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള എല്ലാവരുടെയും ഉയർപ്പ് ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ മാത്രമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം ഊന്നിപ്പറയുന്നത്. അതിനാൽ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പ് മറിയം മാത്രം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നതും അപ്രകാരം വിശ്വസിക്കുന്നതും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക സത്യങ്ങൾക്കും പദ്ധതിക്കും എതിരാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. എത്രയോ കാപഠ്യം നിറഞ്ഞ ഒരു നിലപാടാണത്. അതിനാൽ ഇത്തരം തെറ്റായ പ്രബോധനങ്ങളിൽ വിശ്വസിക്കുന്നവരെല്ലാം വാസ്തവത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദുരുപദേശത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ ദുരുപദേശം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ദുരുപദേശമുണ്ടാക്കി തെറ്റായ കാര്യങ്ങളിൽ വിശ്വസിച്ച് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. സഹോദരന്മാരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ല എന്നും ഞാൻ പറയുന്നു. അപ്പോൾ യേശു മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി തൻ്റെ അവസാനത്തുള്ളി രക്തം പോലും ക്രൂശിൽ ചിന്തി. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞത്: എന്നെ സ്പർശിച്ചു നോക്കുവിൻ, എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു തനിക്ക് മാംസവും അസ്ഥികളും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ രക്തമുണ്ട് എന്ന് പറയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൽ രക്തമില്ലായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കാരണം യേശു തൻ്റെ അവസാന തുള്ളി രക്തം പോലും മനുഷ്യവർഗത്തിനായി നൽകി. എന്നാൽ ഇത്തരം യോഗ്യതകളൊന്നും മറിയത്തിനില്ല. അതുകൊണ്ട് മറിയത്തിൻ്റെ സ്വർഗാരോപണം ദൈവവചന വിരുദ്ധമായ വെറും ഒരു മാനുഷിക ചിന്തയും പദ്ധതിയും മാത്രമാണ്. യഥാർത്ഥ മറിയത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം തർക്കങ്ങളെപ്പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയും ഒന്നും അറിയുന്നതേയില്ല. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാ വിശുദ്ധരും ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അവരിൽ മറിയവും പത്രോസും പൗലോസും ഒക്കെ ഉൾപ്പെടുന്നു. അവർക്കെല്ലാം പ്രതിഫലം ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് നാം തെസലോനിക്ക ലേഖനത്തിലും കൊറിന്ത്യ ലേഖനത്തിലും ഒക്കെ എല്ലാം വായിക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിലും അത് കാണുന്നുണ്ട്. സത്യം ഇങ്ങനെയിരിക്കെ മറിയം ആരും കാണാതെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്നത് എത്രയോ സത്യസന്ധതയില്ലാത്ത നിലപാടാണ്. വാസ്തവത്തിൽ മറിയം ഇതുവരെ ഉയർത്തിട്ടില്ല. ദൈവം അവളെ ഇതിനോടകം ഉയർപ്പിച്ചു എന്ന് ചിന്തിക്കുന്നതിന് ആധാരമായി എടുക്കാനുള്ള ഏതെങ്കിലും വാക്യമോ സൂചന പോലുമോ ബൈബിളിലില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അതിനാൽ മറിയം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞ് ബൈബിൾ വിരുദ്ധമായ പ്രചരണം നടത്തുന്നവരെ നാം സൂക്ഷിക്കണം. കാരണം അത്തരക്കാർ തങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി മറിയത്തെ ജനഹൃദയങ്ങളിൽ ഉയർപ്പിക്കുകയായിരുന്നു. ചിന്തിക്കാൻ മറന്നുപോകുന്ന ജനങ്ങൾ തങ്ങളുടെ നേതാക്കളാൽ വഞ്ചിതരാകുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം മാത്രമാണിത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും നമ്മുടെ രക്ഷയ്ക്കും ആത്മീയ ജീവിതത്തിനും പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിനും ആവശ്യമില്ലാത്ത വിശ്വാസ സത്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് വിശ്വസിച്ച് അനുസരിച്ച് ജീവിച്ച് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അകറ്റിക്കളയുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കണം. ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ നാം മനസ്സിലാക്കണം. അത് നമ്മൾ അനുസരിക്കണം. അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിജയം.